സംഘപരിവാർ എന്നും എപ്പോഴും അവർ മനുഷ്യപരിവാറിനെതിരാണ്. അവർക്കൊരിക്കൽ പോലും മാനുഷിക ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തെ നോക്കിക്കാണാൻ കഴിയില്ല. ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത് അവരായതുകൊണ്ട് ഇന്ത്യയിലാകെ എല്ലാ മേഖലകളിലും ഇരുട്ട് പരന്നിരിക്കുകയാണ്. അത് സാമൂഹിക മേഖലയാകട്ടെ, രാഷ്ട്രീയ മേഖലയാകട്ടെ, സാമ്പത്തിക മേഖലയാകട്ടെ, സാംസ്കാരിക മേഖലയാകട്ടെ, ഇതിനെല്ലാത്തിനെയും അടിസ്ഥാന തത്വങ്ങൾക്ക് മേലെ അന്ധകാരമാണ്. ഭാരതം അന്ധകാരത്തിൽ ആണ്ടുപോയിരിക്കുകയാണ്. നമസ്കാരം. ഭൗതികമായിട്ടുള്ള ഏതെല്ലാം തരത്തിലുള്ള ഉന്നമനം ഉണ്ടായിക്കഴിഞ്ഞാലും മാനവികത നഷ്ടപ്പെട്ടാൽ അതൊരു വ്യക്തിയാകട്ടെ, ഒരു പ്രസ്ഥാനമാകട്ടെ, ഒരു രാജ്യമാകട്ടെ, അവിടെ ഇരുട്ട് പരക്കും. ഇന്ത്യയിൽ അതാണ് സംഭവിച്ചത്. ഇന്ത്യയുടെ ഭാഗധേയം നിർണയിക്കുന്നത് ഇപ്പോൾ, ഇന്ത്യയുടെ ഭാവി പരിപാടികൾ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, സ്വയം സേവക സംഘമാണ്. ആ സ്വയം സേവക സംഘത്തിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഹിന്ദുത്വ എന്ന അഭിധയാൽ അറിയപ്പെടുന്ന ഒരു സംഘം, അവർക്ക് കൈമോശം വന്നു പോയിട്ടുള്ളത് മാനവികതയാണ്. ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ഭൗതികമായിട്ടുള്ള മേൽക്കയറ്റത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മാത്രം. അതെത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വേറെ കാര്യം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും മനസ്സിൻ്റെ വൈപുല്യം, ഒരു ജനതയുടെ അന്തസ്സ്, ആഭിജാത്യം, അവരുടെ സംസ്കാര പദ്ധതികൾ, ഈ ഒരു കാര്യത്തിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള മേൽക്കയറ്റത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള നിലപാടുകളും സംഘപരിവാറിനില്ല എന്ന് ഏറ്റവും കുറഞ്ഞ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ സർവതോമുഖമായിട്ടുള്ള ഏതൊരു മേഖലയെടുത്താലും, ആ രാജനൈതിക മേഖലയാകട്ടെ, സാമ്പത്തിക മേഖലയാകട്ടെ, സാഹിത്യമാകട്ടെ, സ്പോർട്സ് ആകട്ടെ, എന്തുമാകട്ടെ, അവിടേക്ക് ഇരുട്ട് പരന്നിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഹിമാലയം താണ്ടിക്കഴിഞ്ഞാൽ കാണുന്നത് ചൈനയാണ്. ചൈനയുടെയും ഇന്ത്യയുടെയും ജനസംഖ്യ ഏകദേശം ഒരുപോലെയാണ്. ഇപ്പോൾ കുറച്ച് മേലെ ഇന്ത്യയാണെന്ന് തോന്നുമെങ്കിലും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഒളിമ്പിക്സ് എല്ലാം വരുമ്പോൾ 10ഉം 300ഉം മെഡലുകളുമായിട്ട്, അതിൽ തന്നെ 100ഉം 150ഉം സ്വർണ്ണ മെഡലുകളുമായിട്ട് താരതമ്യേന പൊക്കം കുറഞ്ഞ് ശാരീരികമായിട്ട് എല്ലാത്തിലും വലിപ്പം കുറഞ്ഞ ആളുകൾ പോയി 100ഉം 150ഉം മെഡലുകൾ, സ്വർണ്ണ മെഡലുകൾ, അതോടൊപ്പം മറ്റുള്ള മെഡലുകളുമായിട്ട് 10ഉം 600ഉം 700ഉം മെഡലുകളും ആയിട്ട് ചൈനക്കാർ തിരിച്ചു വരുമ്പോൾ മാനം കെട്ട് വെറും കൈയായിട്ട്, ചിലപ്പോൾ കേൾക്കാം ഒരു വെങ്കല മെഡൽ, അതിൻ്റെ പേരിൽ തുള്ളിച്ചാടിയിട്ട്, അങ്ങനെ ഇരിക്കുന്നൊരു ഗതികേട്. ഈ ഒരു ഗതികേട് എല്ലാ മേഖലകളിലും ഇന്ന് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിലേറ്റവും വലിയ അപകടം, ഏറ്റവും വലിയ സങ്കടം മാനവികതയ്ക്ക് സംഭവിച്ച ചോർച്ചയാണ്, പരപരിഗണനയ്ക്ക് സംഭവിച്ച ചോർച്ചയാണ്. അദ്വേഷ്ടതയില്ല, മൈത്രിയില്ല, കരുണയില്ല, സർവഭൂതഹിത രതി എന്ന് പറയും, ഒന്നുമില്ല. അത് ഒരു വലുതായിട്ടുള്ള വൈറൽ രോഗം പോലെ പടർന്നിരിക്കുകയാണ്. എല്ലാവരെയും സംശയമാണ്. ആരെ വിശ്വസിക്കുമെന്ന് പറയാൻ കഴിയില്ല. എല്ലാവർക്കും മറ്റുള്ളവരോട് വെറുപ്പ് തോന്നിക്കത്തക്ക വിധത്തിൽ, അറപ്പ് തോന്നിക്കുന്ന വിധത്തിൽ, സ്പർദ്ധ തോന്നിക്കുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ പ്രക്രിയകൾ, വൻതോതിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ, അറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും വിത്ത് വിതറുന്ന പ്രവർത്തികൾ സംഘപരിവാരം BJP മുഖേന അഥവാ പരിവാരം മുഖേന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കൊരു അടിസ്ഥാന തത്വമുണ്ട്. ഇന്ത്യ നമുക്ക് വലിയ കെട്ടിടങ്ങളില്ല, 14 വരി പാതകളില്ല, നിരക്ക് പരക്ക് എയർപോർട്ടുകളില്ല. അത് നമുക്കൊരു പോരായ്മയുമായിരുന്നില്ല. സാക്ഷാൽ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ കുടിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ ചെന്ന വൈസ്രോയി മൗണ്ട് ബാറ്റൻ ആരോ പറഞ്ഞു, ഗാന്ധിജി ഇവിടെ കുറച്ച് ആളുകളായിട്ട് സംസാരിക്കുകയാണ്, ബഹുമാനപ്പെട്ട വൈസ്രോയി അവർകൾ ഇവിടെ ആസനസ്ഥനായാലും. അദ്ദേഹം പുറത്തിരുന്നു. 10 മിനിറ്റും 20 മിനിറ്റും 30 മിനിറ്റും 40 മിനിറ്റും 50 മിനിറ്റും അല്ല, 60 മിനിറ്റ് പുറത്തിരുന്നു. ഗാന്ധിയുമായിട്ട് സംസാരിച്ച് പുറത്തു വരുന്ന ആൾക്കാരെ മൗണ്ട് ബാറ്റൻ ശ്രദ്ധിച്ചു. എല്ലാം തലയിൽ കെട്ടും, താറുടുത്ത പഞ്ചകച്ചം പോലെയുള്ള താറുടുത്തവർ, ശരീരത്തിൽ അഴുക്ക് മുഴുവൻ പോകാത്തവർ, കൃഷിവലന്മാർ, അവരുമായിട്ടായിരുന്നു 1 മണിക്കൂർ സംസാരിച്ചത്. അതായിക്കോട്ടെ, പക്ഷെ എന്നെ പുറത്തിരുത്തിയിട്ടാണ് സംസാരിച്ചത്. ഏതായാലും മഹാത്മാഗാന്ധിയോട് അദ്ദേഹത്തിനുള്ളിലുള്ള എല്ലാ വിഷമവും ഇങ്ങനെയാണ് തീർത്തത്. ഞാനവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യായിരുന്നു മഹാത്മൻ. അദ്ദേഹം മറുപടി പറഞ്ഞു. മൗണ്ട് ബാറ്റൻ പറഞ്ഞു, ഞാൻ വൈസ്രോയിയാണ്, ഞാൻ 1 മണിക്കൂറോടെ വെയിറ്റ് ചെയ്തു, പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, അത് മതി. മഹാത്മാഗാന്ധിയെപ്പോലൊരു മഹാനായിട്ടൊരു വ്യക്തിയോട് വൈസ്രോയിയെപ്പോലെ ഒരു അധികാരി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാലുഷ്യം മുഴുവൻ പുറത്തു ചാടുകയാണ് ചെയ്തത്. സാധാരണക്കാർ ദേഷ്യം വന്ന കല്ലെടുത്തറിയും, അതോടെ പറ്റില്ലല്ലോ. വാക്കുകളെ കൊണ്ട് എറിഞ്ഞു അദ്ദേഹം, ഞാൻ വൈസ്രോയിയാണ്, 1 മണിക്കൂർ ഞാനിവിടെ കാത്തിരുന്നു. മഹാത്മാഗാന്ധി ബുള്ളറ്റ് ഷോട്ട് വരുന്ന പോലെയാണ് മറുപടി പറഞ്ഞത്, ആലോചിക്കാതെ. അങ്ങേ രാജ്യത്തിലെ വൈസ്രോയിയാണ്, ഈ രാജ്യത്തെ ഭരണതലത്ത് അങ്ങ് നമ്പർ 1 ആണ്. പക്ഷെ അങ്ങേക്കൊരു കാര്യം അറിയാമോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയവർ ഈ രാജ്യത്തിൻ്റെ അധികാരികളാണ്, ഈ രാജ്യത്തിൻ്റെ ഉടമസ്ഥന്മാരാണ്. പിന്നെ വൈസ്രോയിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. നമ്മുടെ മഹാരാജ്യത്തെ, ഭാരതത്തെ സൃഷ്ടിച്ചത് ശാസ്ത്രജ്ഞന്മാരല്ല, വാസ്തവത്തിൽ ഭൗതിക ശാസ്ത്രജ്ഞന്മാരല്ല. ജനക മഹാരാജാവ് ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം കർഷകനായിരുന്നു. സിനിമയിൽ കാണുന്ന പോലെയുള്ള രഥങ്ങളും സ്വർണ്ണചക്രങ്ങളും സ്വർണ്ണ കിരീടമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല, പുൽക്കുടിലുകളായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക സമൃദ്ധി വേണം, അതിന് മേലെ സാത്വിക സമൃദ്ധി വേണം. ശ്രീരാമനും അതാണ് ചെയ്തത്, സത്യത്തിന് വേണ്ടി. മഹാഭാരത യുദ്ധം സത്യത്തിന് വേണ്ടിയിട്ട്. അശോകൻ മഹാനായത് കാരുണ്യത്തിൻ്റെ പേരിലാണ്, മാനവികതയുടെ പേരിലാണ്. അതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ പേരാണ് ഭാരതം, അഥവാ നമ്മുടെ ഇന്ത്യ. ഈ പറഞ്ഞ എല്ലാ ഗുണവിശേഷങ്ങളും ഗുണഗണങ്ങളും അത് സൂര്യ തേജസ്സാണ്. അതില്ലാതെ പോകുമ്പോൾ അന്ധകാരം നിബിഡമാകും. ഇന്ത്യ ഇന്നിപ്പോൾ
സർവമേഖലയിലും ഏതൊരു മേഖല തിരഞ്ഞെടുത്താലും അവിടെ ഇരുട്ടാണ്, അന്ധകാരമാണ്. അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. ഒരേ ഒരു കൂട്ടർ മാത്രമാണ് കാരണക്കാർ, സ്വയം സേവക സംഘം മാത്രം. ഇന്ത്യയിൽ പിറന്നു വീഴുന്ന ഓരോരുത്തരും അത് ആചാരത്തിൻ്റെയോ ഉപചാരത്തിൻ്റെയോ അനുഷ്ഠാനത്തിൻ്റെയോ പേരിൽ ആക്കപ്പെടുകയല്ല ചെയ്യുന്നത്. പിറന്നു വീഴുമ്പോൾ തന്നെ ഹിന്ദുസ്ഥാനിൽ പിറന്നു വീഴുന്ന എല്ലാവരും ഹിന്ദുക്കളാണ്. അമേരിക്കയിലുള്ള ക്രിസ്ത്യാനിയും അമേരിക്കയിലുള്ള മുസൽമാനും അമേരിക്കയിലുള്ള ജൂതനും സകലവിധ രാഷ്ട്രീയങ്ങൾ കൈയാളുന്ന ആളുകളും എന്താണ് പറയുക? ഐ ആം ആൻ അമേരിക്കൻ, ഐ ആം എ ബ്രിട്ടീഷ്. നമ്മൾ ആത്യന്തികമായിട്ട് ഇന്ത്യക്കാരാണ്, എല്ലാവരും ഹിന്ദുക്കളാണ്. ഹിന്ദുവാകാൻ വേണ്ടിയിട്ട് ആചാര ഉപചാര അനുഷ്ഠാനാദി കാര്യങ്ങൾ എന്നിട്ട് ആരെങ്കിലും ഒരാൾ പ്രഖ്യാപിക്കുക, ഇന്ന് മുതൽ നീ ഹിന്ദുവാണ്. അങ്ങനെ ആ രീതിയിലൊരു മതമല്ല ഹിന്ദുമതം. പക്ഷെ അതിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റാൻ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ഇന്നിപ്പോൾ സംഘപരിവാർ. അതിനൊരു പേര് വിട്ടു, ഹിന്ദുത്വ. ആദ്യമായി ഈ പേരിട്ട് വിളിച്ചത് വി ഡി സവർക്കർ. അന്ന് തുടങ്ങിയ ഹിന്ദുത്വ മൊമെന്റ് ആരും അറിയാതെ അടിയൊഴുക്കായിട്ട് അതിവിടെ നിലനിന്ന് പോന്നിരുന്നു. അന്തർധാര വളരെ ശക്തമായിരുന്നു. ആരും അറിഞ്ഞില്ല, കോൺഗ്രസ്സുകാർ അറിഞ്ഞില്ല. അവസരം നിരോധിക്കേണ്ടി വന്നു. അപ്പോഴേക്കും അവർ ശക്തന്മാരായി കഴിഞ്ഞിരുന്നു. നിരോധനം കൂടുതൽ ശക്തിയിലേക്ക് അവരെ കൊണ്ടുചെന്ന് വിടുകയാണ് ഉണ്ടായത്. അതിൻ്റെ പരിണിതഫലമാണ് കോൺഗ്രസ് താഴോട്ട് പോയതും BJP മേലോട്ട് വന്നതും. ഉത്തരവാദി കോൺഗ്രസ് തന്നെ. കഴിഞ്ഞ് 10-30 വർഷങ്ങൾ, 40-50 വർഷങ്ങളായിട്ട് ഇന്ത്യ പലയിടത്തും പല കൂട്ടക്കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട്, ആൾക്കൂട്ട കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ തകർന്നു പോകുന്നത് മുഴുവൻ ഏത് രീതിയിലും ഏത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും അവിടെ നശിക്കുന്നത്, നഷ്ടം പേർന്ന മുഴുവൻ ന്യൂനപക്ഷങ്ങളാണ്. അത് സിഖുകാരാകാം, ക്രിസ്ത്യാനികളാകാം, മുസ്ലിങ്ങളാകാം, അതോടൊപ്പം തന്നെ ദളിത് വംശജരുമാകാം. ഹിന്ദുത്വ എന്ന് പറയുന്ന മതം, അവരുണ്ടാക്കിയ മതം, അതിൻ്റെ നിലനിൽപ്പ് എപ്പോഴും സംരക്ഷകരെന്ന വേഷം കെട്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് അവരൊരു കൂട്ടം ആൾക്കാരെ സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. ഇതാ കണ്ടോ, നിങ്ങളെ ആക്രമിക്കാൻ ആരോ പണ്ടൊരു കുട്ടി വിളിച്ചു പറഞ്ഞ പോലെ പുലി വരുന്നേ, നിങ്ങൾക്ക് പേടിയില്ല, ഞങ്ങളുടെ ചുറ്റും കൂടി നിന്നോളാൻ. ഒരു റിഡീമർ വ്യവസ്ഥിതി, ഒരു രക്ഷകന്റെ വ്യവസ്ഥിതി. ആ രക്ഷകന്റെ കുപ്പായം അവർ സ്വയം അണിഞ്ഞിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു എന്ന് പേര് പേർന്ന ആളുകളുടെ രക്ഷകന്മാരായിട്ട് മാറിയിട്ട് അവരുടെ ചോദ്യത്തിന് ഉത്തരം വേണം. ഞങ്ങൾക്ക് എന്തിൽ നിന്ന് രക്ഷയ്ക്കായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്? അവർ പറയും, ഇവിടുത്തെ ന്യൂനപക്ഷക്കാർ, അപരന്മാർ അവർ സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്, അവരിൽ നിന്നാണ് രക്ഷ വേണ്ടത്. അവരാരാണെന്നറിയാമോ? അപകടകാരികളാണ്. അവർ ഹിന്ദുക്കളുടെ ശത്രുക്കളാണ്. അവരുടെ നിലനിൽപ്പ്, ഹിന്ദുവിൻ്റെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തും. അതുകൊണ്ട് അവരെ പ്രതിരോധിക്കാൻ, അവരെ ഡിഫെൻഡ് ചെയ്യാൻ, അവരെ ഒഫൻഡ് ചെയ്യാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും മിടുക്കന്മാരായിട്ടുള്ള കവലച്ചട്ടമ്പികളാണ്. കണ്ടോ ഞങ്ങളുടെ കയ്യിലുള്ള വടി, ഉള്ളു തൂർന്ന ആസാം മുളകളുടെ ചെത്തി ഒഴിഞ്ഞ്
എണ്ണയിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെയിൽ കൊള്ളിച്ച് തണുപ്പ് കൊള്ളിച്ച് കണ്ടോ ദണ്ട. ഇതുകൊണ്ട് ഞങ്ങൾ അവരെ നേരിടാം, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഞങ്ങളെ മുന്നിൽ നിർത്തിയാൽ മതി. സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജ്യ താൽപ്പര്യങ്ങൾ, സാംസ്കാരിക താൽപ്പര്യങ്ങൾ, രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിക്കുന്നവരുടെ കൃഷിവലന്മാരുടെ നിലനിൽപ്പുകൾ, ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് എന്നും എപ്പോഴും, അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അത്തരം കാര്യങ്ങളുടെ ചിന്താ പദ്ധതികളും അവരിലില്ല. അവർക്ക് എപ്പോഴും ഒരു ശത്രുവിനെ സൃഷ്ടിച്ചു വെക്കണം. ഇന്നിപ്പോൾ ഹിന്ദുവിനെ പറഞ്ഞ് പേടിപ്പിക്കുന്നതും പീഡിപ്പിക്കുന്നതും മുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടാണ്. മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു. 2050 മുസ്ലിങ്ങളായിരിക്കും ഭൂരിപക്ഷം. എങ്ങനെ? അറംഗസേബ് പോലെയുള്ള ആൾക്കാരിവിടെ ഭരിച്ചു. അന്നും ഇന്ത്യയിലെ ഹിന്ദുവിൻ്റെ ശതമാനം ഒട്ടുപോലും കുറഞ്ഞിട്ടില്ല. അതിനുശേഷം വർഷം 400 കഴിഞ്ഞു. ഇപ്പോഴും ഹിന്ദു അന്ന് എത്രത്തോളം ഇന്നും അതുപോലെ തന്നെ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1950 മുസ്ലിം ഇവിടെ കാർന്നു തിന്നുമെന്ന് പറയുന്നത്? അടിസ്ഥാനം ഇത്ര മാത്രമേ ഉള്ളൂ, ശത്രുവിനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക. അതിനിപ്പോൾ അവർ കണ്ട മാർഗമാണ് ഇസ്ലാമോഫോബിയ പടർത്തുക എന്നുള്ളത്. ഇനി ഇവിടെയുള്ള ഇസ്ലാം മതാനുയായികൾ, എല്ലാ മുസ്ലിങ്ങളും എല്ലാവരും മതം മാറി ഒരു ദിവസം. അല്ലെ എല്ലാവരും സുപ്രഭാതത്തിൽ അറബിക്കടലിൽ ചാടി നീന്തി എവിടേക്കോ പോയി, അല്ലെങ്കിൽ മുങ്ങിച്ചത്തു. ഇനി ഇന്ത്യയിൽ മുസ്ലിങ്ങളില്ല. അപ്പോൾ അവർ അടുത്ത ശത്രുവിനെ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ആരാണ്? ക്രിസ്ത്യാനികൾ. ആഭ്യന്തര ശത്രുക്കളാണ്. ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ശത്രുക്കൾ, അങ്ങനെയാണ് അവരെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ക്രിസ്ത്യാനികൾ മുഴുവൻ ഒടുങ്ങി. ഒരു രോഗം വന്ന് ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം ബാധിക്കുന്ന രോഗം വന്ന് എല്ലാ ക്രിസ്ത്യാനികളും ഒടുങ്ങി. അപ്പോൾ ഇനി സംഘപരിവാർ എന്ത് ചെയ്യും? ദേ വരുന്നു അടുത്ത ശത്രു, കമ്മ്യൂണിസ്റ്റുകാർ, DMK-ക്കാർ, ദ്രാവിഡ മനോഭാവം ഉൾക്കൊള്ളുന്നവർ, ദക്ഷിണേന്ത്യക്കാർ മൊത്തം, ഹിന്ദി സംസാരിക്കാത്തവർ. എല്ലാം കഴിഞ്ഞാൽ ദളിതന്മാരെ ഒരു പിടികൂടും. ബ്രാഹ്മണ വൈശ്യ ക്ഷത്രിയന്മാർ മതി, ശൂദ്രന്മാർ വേണ്ട. ദളിതുകൾ ഇവിടെ വേണ്ട. മലയിൽ താമസിക്കുന്ന പഹാടികൾ വേണ്ട. ഇതൊക്കെ സൃഷ്ടിച്ചു വെച്ചാലാണ് സംഘപരിവാറിന് വർത്തമാനം പറയാൻ കഴിയുള്ളൂ. വേറെ അവർക്കൊന്നും പറയാനില്ല. ആയതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ അവർ ശത്രുക്കളാക്കി, മുസ്ലിങ്ങൾ ശത്രുക്കളല്ല, മുസ്ലിങ്ങളെ ശത്രുക്കളാക്കി കാണിക്കുകയാണ് അവർ. ഇന്ത്യയിൽ ഉള്ള മുസ്ലിങ്ങൾ അവരെ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് പോകുമ്പോൾ അവർ പറയും, അവർ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? മുസ്ലിങ്ങളുടെ കുഴപ്പം ചെയ്തിട്ടുള്ളത്? ഹേയ്, മുസ്ലിങ്ങളുടെ സിറിയയിൽ കണ്ടില്ലേ? വടക്കോട്ട് ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ പടിഞ്ഞാട്ട് ചൂണ്ടിക്കാണിക്കുക, എവിടെ പ്രശ്നമുണ്ട്? നീ ഈ കുളം കലക്കിയിട്ടില്ല, ശരിയാണ്, പക്ഷെ നിന്റെ മുത്തച്ഛൻ കലക്കിയിട്ടുണ്ടാവില്ല, നിന്നെ പിടിച്ചു തിന്നാൻ പോകുന്നു, സിംഹം പറഞ്ഞ പോലെ. എന്തായാലും അവര് ആരെങ്കിലും പിടിച്ച് ശത്രുവിൻ്റെ കളറടിച്ചു വിടും. ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. സംഘപരിവാർ വാസ്തവത്തിൽ എന്താണ് അവർ ലക്ഷ്യപ്പെടുത്തി വെച്ചിട്ടുള്ളത്? 3 കാര്യങ്ങൾ പ്രധാനമായിട്ട്. ഇതിനെ ഭാരതഭൂമിയാക്കി മാറ്റുക, ഹിന്ദു രാജ്യമാക്കി മാറ്റുക, ഹിന്ദുവിൻ്റെ ആചാര ഉപചാര അനുഷ്ഠാനങ്ങൾ ഇന്ത്യൻ ഭരണത്തിൻ്റെ വരെ ആചാര ഉപചാര അനുഷ്ഠാനങ്ങളാക്കി മാറ്റുക. അപ്പം ജനഗണമന പോകും, അതിന് പകരം ഉപനിഷത്ത് മന്ത്രങ്ങൾ കടന്നു വരും. ഈ ഹിന്ദുക്കളുടെ സ്വാതന്ത്ര്യം മറ്റാർക്കും ഇല്ലാത്തതും ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതുമായിട്ടുള്ള സ്വാതന്ത്ര്യം, വോട്ടവകാശം വരെ. അങ്ങനെ ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് അവർ കാണുന്നത്. രണ്ടാമത്തെ കാര്യം, ഹിന്ദുവിൻ്റെ ആചാര ഉപചാരങ്ങൾ രാഷ്ട്രത്തിൻ്റെ ആചാര ഉപചാരങ്ങളാകണം. ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം, ഇതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 1947 കിട്ടിയതല്ല, ഹിന്ദുവിന് പരിപൂർണ സ്വാതന്ത്ര്യം. മറ്റുള്ളവർക്ക് അത് വേണ്ട, അത് നിഷേധിക്കും. മൂന്നാമത്തെ കാര്യം, ഇന്ത്യ ഹിന്ദുവിൻ്റേതാണ്. ഇന്ത്യയുടെ യജമാനൻ ഹിന്ദു ആയിരിക്കണം, വേറെ ആരും ആയിരിക്കാൻ പാടില്ല. ഈ 3 കാര്യങ്ങളാണ് അവരുടെ മഹാഗുരുനാഥൻ വി ഡി സവർക്കർ പറഞ്ഞു വെച്ചത്. അതാണ് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗവാറിലൂടെയും ഗുരുജി ഗോൾവാൾക്കറുടെയും അവരുടെയും പടർന്നൊഴുകി ഇന്നിപ്പോൾ ഓരോ സ്വയം സേവനത്തിലും ചെന്നെത്തി നിൽക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? വെറുപ്പിൻ്റെയും മറപ്പിൻ്റെയും രാഷ്ട്രീയം, വെറുപ്പിൻ്റെയും മറപ്പിൻ്റേതുമായിട്ടുള്ള സങ്കല്പങ്ങൾ അതെല്ലായിടത്തും വെതറി സമുദായത്തിൽ ഭിന്നത സൃഷ്ടിച്ചു വയ്ക്കുക. അതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ പിന്നെ അവർക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വാധീനമുള്ളൊരു പ്രസ്ഥാനമായിട്ട് മാറാൻ? അങ്ങനെ മാറിയല്ലോ, അവരാണല്ലോ ഭരിക്കുന്നത്. അതെങ്ങനെയാണ്? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. സംഘപരിവാർ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള സംഘടന മാത്രമല്ല, അത് ഈ മഹാരാജ്യത്തെ സാമൂഹികമായിട്ടുള്ള ബാലൻസിങ്, ഇക്വിലിബ്രിയം, നീതിയുടെ പേരിലും ന്യായത്തിൻ്റെ പേരിലും ആകട്ടെ, എന്തുമാകട്ടെ, അതിനെതിരെ നിൽക്കുന്നൊരു പ്രസ്ഥാനമാണ്. ഭരിക്കുന്നവരെ നോക്കി ഇങ്ങനെയെല്ലാം ഭരിക്കേണ്ടത് അത് ഞങ്ങൾക്ക് ദ്രോഹമായിട്ട് മാറുന്നു കേട്ടോ എന്ന് പറഞ്ഞ് അതിന് സമരം നടത്തിക്കഴിഞ്ഞാൽ നേരെ അഗ്നിവർഷം നടത്തും. അവർക്കും എതിരാണ്. RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറുകാർ ഒരുപാടുണ്ട്, 10-60 പേരുണ്ട് സംഘപരിവാറുകാർ. അത് വലുതാകും തോറും, അത് വലുതായി വരും തോറും ഇന്ത്യയുടെ ഉള്ളകങ്ങളിലുള്ള സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക സർവമേഖലകളിലും അതുമായിട്ട് ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, അത് ഹിന്ദുത്വവാദത്തിന് അനുരോധമല്ലെങ്കിൽ അതെല്ലാം അടിച്ചമർത്തപ്പെടും. സംഘപരിവാറിന്റെ ഇത്തരം ആശയങ്ങൾക്കെതിരെ, അതിനെതിരെ സമരം ചെയ്യേണ്ടത് അത് മതേതരത്വ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്, ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്. അതിനും അടിത്തട്ടിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും സബ്സ്ട്രാറ്റുമായിട്ട് പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം, നീതിക്ക് വേണ്ടിയിട്ടായിരിക്കണം. സർവോപരി രാജ്യം ജനങ്ങളുടേതാണ്. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെതല്ല കോസല രാജ്യം, അതിൻ്റെ ക്യാപിറ്റലായിട്ട് അയോധ്യ. രാമനെല്ലാം ഉപേക്ഷിച്ച്, വസ്ത്രം ഉപേക്ഷിച്ച് ഗംഗയിലൂടെ വടക്കോട്ട് പോകുമ്പോൾ വൈദികന്മാർ തിരിച്ചു വരിക്കുന്നു, രാമ തിരിച്ചു വരിക. അതല്ലേ ഭരതൻ. ഭരണാധികാരി ഇല്ലാതിരിക്കാൻ പറ്റില്ല. നിന്റെ ബുദ്ധിയും മനസ്സിൻ്റെ വികാസവും രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ആ സിംഹാസനത്തിലിരുന്ന കാര്യക്രമാദികൾ ആയിട്ട് മുന്നോട്ട് പോവുക. നിനക്ക് ആഹാരം കഴിക്കാനുള്ള വസ്ത്രത്തിനുള്ള ചെലവ് ജനങ്ങൾ തരും ശമ്പളമായിട്ട്. രാജ്യം ജനങ്ങളുടേതാണ്, രാമൻ്റേതല്ല. രാമൻ പ്രജാപതിയാണ് രാമൻ. പ്രജകളെ സംരക്ഷിക്കുന്നതിന്, അഥവാ പ്രജകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രജകളുടെ ദാസനായിട്ട് നിൽക്കേണ്ടവനാണ്. ആയതുകൊണ്ട് തന്നെ രാമന് ശമ്പളമുണ്ട്. ആദ്യം വലിച്ചിട്ട് കൊടുക്കുന്ന ഒരു കൗപീനമാണ്.
പിന്നെ ഒരു വെള്ളത്തുണിയാണ്. അവിടെ രാമന് പ്രതിബദ്ധതയുണ്ടായിരുന്നു. തന്നെ ഏൽപ്പിച്ചു തന്ന രാജ്യം അതിനേക്കാൾ മനോഹരമായിട്ട് തിരിച്ചു കൊടുക്കാൻ. അപ്പൊ ജനാധിപത്യ വാഴ്ച അന്നുമുണ്ടായിരുന്നു. ജനങ്ങളാണ് വലുതെന്നുള്ള ബോധം രാജാക്കന്മാർക്ക് പോലും ഉണ്ടായിരുന്നു. പല രാജാക്കന്മാരും അതിൻ്റെ പേരിൽ വൈകൃതങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്, ഹിറ്റ്ലറെ പോലുള്ള ആളുകൾ. എങ്കിൽ പോലും അവർക്കും അറിയാം ജനങ്ങൾ മാറിയെന്നാൽ താനൊന്നുമല്ലെന്ന്. രാജാവില്ലെങ്കിലും ജനമുണ്ട്, ജനമില്ലെങ്കിൽ രാജാവില്ല. അന്വയ വ്യതിരേക പ്രകാരം അപ്പോൾ ആരാണ് വലുത്? ജനങ്ങളാണ് വലുത്. ആ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കപ്പെടുന്ന ആ സംവിധാനത്തിൻ്റെ പേരാണ് ജനാധിപത്യം. അത് അസ്തമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സമരം നടത്തേണ്ടത്. ആ ജനാധിപത്യം സുശക്തമായി മാറിയാൽ സ്വാതന്ത്ര്യം സുശക്തമായിട്ട് മാറും, നീതിയും നിയമവും സുശക്തമായിട്ട് മാറും, അവിടെ മതേതരത്വം സംരക്ഷിക്കപ്പെടും, ന്യൂനപക്ഷ വ്യവസ്ഥകൾ സംരക്ഷിക്കപ്പെടും. ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണം സുഭദ്രമായി തീരും. സംഘപരിവാറിന് ഇന്നിപ്പോൾ നമ്മൾ സംഘപരിവാറിനെ കാണുന്നത് മോഹൻ ഭാഗവതിലൂടെയും അവിടെ സർസംഘചാലക് മോഹൻ ഭാഗവതിലൂടെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെയും അമിത്ഷായിലൂടെയൊക്കെയാണ്. ചിരിക്കുന്ന മുഖങ്ങൾ, മുഖം മൂടിയാണത്. സംഘപരിവാറിന് യഥാർത്ഥൊരു മുഖമുണ്ട്, അതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഇന്ത്യൻ വർഗീയത, ഇല്ലാത്ത വർഗീയതയെ കെട്ടിപ്പൊക്കി ആരിവിടെ കയറി വന്നാലും ഇവിടുത്തെ രാജാക്കന്മാർ, അന്ന് ഹിന്ദു രാജാക്കന്മാരല്ല, രാജാക്കന്മാർ അവരെ സ്വീകരിച്ചിട്ടുണ്ട്. ഹിന്ദു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തും ഒരുപാട് സെപ്പറേഷൻസ് ഉണ്ട്. അദ്വൈതവാദികളുണ്ട്, ദ്വൈതവാദികളുണ്ട്, ദ്വൈതാദ്വൈതവാദികളുണ്ട്. ഇങ്ങനെ വിവിധ മുഖങ്ങൾ അവർക്കുണ്ട്. ഗോത്ര സംസ്കാരം ഇന്നും കൊണ്ടുനടക്കുന്ന ആദിവാസി വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം വിശിഷ്ടാദ്വൈതവാദമുണ്ട്. അതിനിടയിൽ ബുദ്ധന്മാരുണ്ട്, ഇവിടെ മഹായാനമുണ്ട്, ഹീനയാനമുണ്ട്, ആൾവാർമാരുണ്ട്, നായനാർമാരുണ്ട്, ജൈനന്മാരുണ്ട്. അതിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്, ദിഗംബരന്മാരുണ്ട്, ശ്വേതാംബരന്മാരുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ഹിന്ദു എന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. ഹിന്ദു എന്ന് പറഞ്ഞൊരു വർഗം ഇവിടെയില്ല. പക്ഷെ അതെല്ലാത്തിനും കൂട്ടിക്കെട്ടി ആ കയർ തങ്ങളുടെ കയ്യിൽ പിടിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി അവരുണ്ടാക്കിയ പേരാണ് ഹിന്ദുത്വം. മോരും മുതിരയും കൂടിയിട്ട് ഇളക്കി 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 രണ്ടിനും കൂടി സംയോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സംഘപരിവാർ. സാധിക്കില്ല. ഹിന്ദുത്വം ഹിന്ദുത്വമായിട്ട് നിലകൊള്ളും. ഹിന്ദുക്കൾ അവരെല്ലാവരും പല ചിന്തകളും പല നിലപാടുകളും പല ഭാവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിൽക്കുകയും ചെയ്യും. അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ഉണ്ട്. ചാർവാകൻ, യുക്തിവാദിയായിട്ടുള്ള ചാർവാകൻ, ആ ചാർവാകനെ പൂവിട്ട് പൂജിക്കുന്ന, സന്യാസിയായിട്ട് പൂവിട്ട് പൂജിക്കുന്ന ആളുകളാണ് ഭാരതത്തിലുള്ളത്. അവിടെയാണ് ഈ വർഗീയത കൊണ്ടുവരുന്നത്. ഏതായാലും സവർക്കർ ആണ് വിത്തിട്ടത്, ഇതിനെല്ലാത്തിനും വിത്തിട്ടിട്ടുള്ളത്. ആ സവർക്കറിലൂടെ, സവർക്കറിൻ്റെ ചിന്താപദ്ധതിയിലൂടെയാണ് നമ്മൾ ഈ സംഘപരിവാറിൻ്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയേണ്ടത്. കാണുമ്പോൾ പത്തിയാണ്, മനോഹരമാണ്, പത്തി വളരെ മനോഹരമാണ്. പക്ഷെ ബാബ സുരേഷ് ആ പത്തി കണ്ടിട്ട് ആഹാ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് ചെല്ലാറില്ല. ടാക്ട്ഫുള്ളാണ്. പുറയിൽ കൂടെ വരുന്നു, വാലിൽ കയറി പിടിക്കുന്നു, തല താഴെയാണ്, മുട്ടുകാലിന് താഴത്തെ ഗംബൂട്ടിട്ടുണ്ട്, അതിൽ കട്ടിയുള്ള പാൻറ് ഇട്ടിട്ടുണ്ട്. അവിടെയും തന്ത്രമുണ്ട്. കാണുന്ന പത്തിയുടെ പുറകിൽ അദ്ദേഹത്തിനറിയാം കടുത്ത വിഷം അവിടെ ഉണ്ടെന്ന്. പത്തിയുടെ രണ്ട് കവിളിലും വിഷം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ യഥാർത്ഥ മുഖം കാണാതെ അവർക്ക് താലോലമാട്ടാൻ ശ്രമിച്ചാൽ, അവർക്ക് ഉറക്ക പാട്ടുപാടി മുന്നോട്ട് ആരെങ്കിലും പോകാൻ ശ്രമിച്ചാൽ അതിൻ്റെ വീഴ്ച സംഭവിക്കുന്ന മൊത്തം ഇന്ത്യക്കായിരിക്കുമെന്ന് സാരം.
ആ ബി ഡി സവർക്കറുടെ ഭാവനയിൽ പൂവിട്ട് തളിരിട്ട് ഹിന്ദുത്വ ഭാവങ്ങൾ അതിനൊരു കൃത്യതയുണ്ടാക്കി വെച്ചത്. അത് കളിമണ്ണാണെങ്കിൽ അതെടുത്ത് ഒരു രൂപത്തിലാക്കി മാറ്റിയതാണ് 1925 വിജയദശമി ദിനത്തിൽ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ, ഡോക്ടർ ജി എന്ന് RSR വിളിക്കുന്ന അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക് സംഘം രൂപീകരിക്കുന്നു. പേര് മാത്രമേ മാറ്റമുള്ളൂ. അമേരിക്കയിൽ പോയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം തരുമ്പോൾ കിട്ടില്ല. ഗിവ് മീ 1 ഗ്ലാസ് വാട്ടർ ഞാൻ കിട്ടും, വെള്ളം തന്നെയാണ്. ഇതും വെള്ളം തന്നെയാണ്. തമിഴ്നാട്ടിൽ വന്ന് കുറച്ച് തണ്ണി കൊടുത്തിടുമെങ്കിൽ അതും വെള്ളം തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ ഹിന്ദുത്വ ഭാവന, അതിന് നല്ലൊരു പേര് കൊടുത്തു, രാഷ്ട്രീയ സ്വയം സേവക സംഘം, രാഷ്ട്രത്തെ സേവിക്കുന്നവരുടെ സംഘമെന്ന് നല്ല പേര്. അംബുജാക്ഷി എന്നാണ് പേര്. കണ്ണിങ്ങനെയാണ്. അതാണ് ഇവിടെയും സംഭവിച്ചത്. അതിൻ്റെ സത്യം തിരിച്ചറിയണം. പേര് കണ്ടിട്ട് കല്യാണം ആലോചിച്ച് പോകരുത്. അംബുജാക്ഷി, ആഹാ അംബുജാക്ഷി കാണണം, അറിയണം നേരിട്ട്. ഇന്ന് വളരെ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു രാഷ്ട്ര സങ്കല്പം അതിന് ശക്തി പകരുന്നത് RSS ആണ്. RSS വ്യാപിച്ചു കിടക്കുന്നതോ പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് നല്ല സുഗന്ധമുള്ള മനോഹരമായ റെഡ് റോസിൽ കൂടിയായിരിക്കും. നമ്മളത് മണപ്പിക്കും, ആഹാ, പക്ഷേ ബോധം കിട്ടി വീഴും. പല പൂകളും മണപ്പിക്കാൻ പാടില്ല. പ്രത്യക്ഷത്തിൽ RSSകാർ മുമ്പിലില്ലെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്തുകാരുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് സന്യാസി ഉണ്ടാക്കിയതാ, ചിന്മയാനന്ദൻ ഉണ്ടാക്കിയതാ. ഹിന്ദു ഐക്യവേദി നല്ല കാര്യമല്ലേ? സത്യാൻ സരസി ഉണ്ടാക്കിയതാ, അന്നത് നല്ല കാര്യമായിരുന്നു. ഇന്നോ BJP, BMS, ABVP കുട്ടികളുടെ ഇതെല്ലാം ആ മഹാശക്തിയുടെ കരങ്ങൾ മാത്രമാണതെല്ലാം. ആ കരങ്ങൾ നീണ്ടു സമൂഹത്തിൻ്റെ ഇച്ഛൻ്റെ വരെ ഒരുക്കൻ കോർണറിൽ എത്തി നിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട സമയമായി കഴിഞ്ഞു. ശാഖകളിൽ പഠിപ്പിക്കുന്ന ഹിന്ദു സംസ്കാരം, ഹിന്ദു എന്നാൽ ഹിംസയിൽ നിന്ന് വിട്ടുപോയവൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അശോക് സിംഗാൾ പറഞ്ഞത്. പിന്നെന്തിനാണ് ദേവതകളുടെ കയ്യിൽ വാളും കുന്തവും മുറിച്ചെടുത്ത് ശിരസ്സുമിരിക്കുന്നത്? ആവശ്യമായിട്ട് വരുമ്പോൾ ഉപയോഗിക്കാൻ. Offense will be the best defense. Not sometime, every time. That is RSS. എന്തിന് പ്രതിരോധം? അവർ പ്രതിരോധിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? ആക്രമിക്കണം. That is RSS. No defense, but offense. RSSന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഡോക്ടർ ജി തന്നെ പറയുന്നുണ്ട്. മഹാത്മാഗാന്ധി എന്നൊരുത്ത ഒരാളുകൂടി ഉണ്ടായിരുന്നു, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അയാള് ഇതെൻ്റെ ഭാഷയല്ല, ദാറ്റ് ഫെല്ലോ അയാളിവിടെ പല പരിപാടികൾ നടപ്പാക്കി. അതെല്ലാം പെറ്റുപറാത്ത വന്ധ്യകളുടെ പോലെ അതിൽ നിന്നൊരു ക്രിയേഷൻ ഉണ്ടായില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ഇവിടെ ഒരു അടി കിട്ടിയാൽ ഇവിടെ കാണിച്ചു കൊടുക്കുക, ഇവിടെ ഒരു അടി കിട്ടിയാൽ ഇവിടെ കാണിച്ചു കൊടുക്കുക, ഇവിടെ ഒരു അടി കിട്ടിയാൽ നെഞ്ച് കാണിച്ചു കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ ഗാന്ധി ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള സമരം മൂലം രാജ്യസ്നേഹം, ദേശീയത അത് നേടിയെടുക്കാനും ഭാരതത്തിൻ്റെ തനതായിട്ടുള്ള പതാക കയ്യിൽ പിടിച്ചു നടക്കാനുമുള്ള ആ ഉത്സാഹം അവരില്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
ആ ദുഷ്ടശക്തികളെ കോൺഗ്രസ്സുകാർ ഉയർത്തിവിട്ട് ആ രീതിയിലുള്ള ഭയാനകമായിട്ടുള്ള സഹിഷ്ണുത അത് ഇന്ത്യൻ ദേശീയതയുടെ, ഇന്ത്യയുടെ സകലവിധമായിട്ടുള്ള അന്തസ്സിൻ്റെയും ആഭിയാത്യത്തിൻ്റെയും മുന്നോട്ടുള്ള ഒഴുക്ക് ഇല്ലാതാക്കി മാറ്റി. ആയതുകൊണ്ട് തന്നെ ഇനിയും ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോൾ പണ്ടത്തെ സന്യാസി വര്യം പറഞ്ഞ പോലെ, പാമ്പേ ഹേ സർപ്പമേ നീ അടിയും കൊണ്ട് പോകരുത്, ചീറ്റാൻ പഠിക്കണം. ഒരു പടി കൂടി കടന്ന് RSS പറഞ്ഞു, ചീറ്റിയാൽ മാത്രം പോരാ, വിഷമുറക്കാനും പഠിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് RSS സ്ഥാപിക്കപ്പെട്ടത്. ആരാ പറഞ്ഞത്? ഡോക്ടർ ജി. ആയതുകൊണ്ട് തന്നെ ഗാന്ധിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് പ്രസ്ഥാനം, ബ്രിട്ടീഷ് വിരുദ്ധ സമരം, ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടത്തി ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല 100 വട്ടം കഴിയില്ല എന്നുറപ്പിച്ചിരുന്ന RSS, കേശവ് ബൽറാം ഹെഡ്ഗേവാർ ഒരിക്കലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു മൂലയിൽ പോലും അതിനുവേണ്ടി നിലകൊണ്ടിട്ടില്ല. ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. ആയതുകൊണ്ട് തന്നെ ഹിന്ദു മുസ്ലിം ഐക്യം അത് ഹിന്ദു രാഷ്ട്രത്തിന് അപകടകരമാണ്. കാരണം മുസ്ലിങ്ങൾ അപകടകാരികളാണ്. അത് ദിവസവും കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്കും പറഞ്ഞുകൊണ്ടിരിക്കണം. അത് വീര്യത്തിനുള്ളൊരു ഗുളികയാണ്. ഇന്നും അതൊക്കെ തന്നെയാണ് സംഘശാഖകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പലപ്പോഴും അവരുടെ ശാഖകളിൽ പറയാറുണ്ട്, നമുക്ക് വേണ്ടത് ഗാന്ധിയല്ല, ഗാന്ധിയുടെ ഭയാനകമായിട്ടുള്ള സഹിഷ്ണുതയല്ല വേണ്ടത്, ഹിറ്റ്ലറുടെ നാസികൾ, മുസോളിനിയുടെ ഫാസിസ്റ്റുകൾ, അന്നവിടെ അവരുടെ ഭരണാധിപന്മാർക്ക് അച്ചടക്കമുണ്ടായിരുന്നു, കഠിനാധ്വാനമുണ്ടായിരുന്നു. ജനങ്ങൾക്ക് രാജ്യത്തോട് സ്നേഹം ഉണ്ടാകേണ്ടിയിരുന്നു. അതിന് നിലനിൽപ്പുണ്ടാവില്ല. ആ രീതിയിൽ ഒരു സ്വേച്ഛാധിപത്യ മനോഭാവമുള്ള ഒരു ലോകമാണ് നമുക്കിവിടെ കെട്ടി ഉയർത്തേണ്ടത്. ആയതുകൊണ്ട് തന്നെ അതേ മനോഭാവമുള്ള ഒരു സംഘടനയായി മാറി RSS. ആയിരത്തി 1940 അന്ന് സർസംഘചാലകമായിട്ട് മാധവ് സദാശിവ ഗോൾവാൾക്കർ രംഗത്ത് വരുന്നത്. അദ്ദേഹം അവിടെ എഴുതി, വി ഓർ അവർ നേഷൻ ഹെർ ഡിഫൻസ്. ആ കൃതിയിൽ എഴുതി സാംസ്കാരിക ദേശീയത എങ്ങനെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അത് രൂപപ്പെടുത്തിയത്? ഈ സാംസ്കാരിക ദേശീയത അഥവാ ദേശീയ സംസ്കാരം ഇങ്ങനെ രൂപപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ആ പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങളാണ് വിചാരധാരയിലുമുള്ളത്. ഹിറ്റ്ലറുടെ ദേശസ്നേഹം, ആര്യൻ വംശാധിപത്യത്തിനോടുള്ള ഉൾക്കൊടവും തീവ്രവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്പൃഹാവിശേഷം, അതും വെച്ചുകൊണ്ട് ജർമ്മൻ ദേശീയത, ഹിറ്റ്ലറുടെ ജർമ്മൻ ദേശീയത എന്ന് വെളിപ്പേരിട്ടിട്ടുള്ള ഒരു കാര്യത്തെ പ്രശംസിക്കുമ്പോൾ ഗുരുജി ഗോൾവാൾക്കർ പറയുന്നത് എന്താണ്? ജർമ്മൻ ദേശാഭിമാനം ചർച്ചാ വിഷയമാണ് ലോകമെമ്പാടും. രാഷ്ട്രത്തിൻ്റെ അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെ ശുദ്ധി നിലനിർത്താൻ രാജ്യത്തെ സെമിറ്റിക് വംശക്കാരായിട്ടുള്ള ജൂതന്മാരെ ശുദ്ധീകരിച്ചു. അതാണ് പറഞ്ഞിട്ടുള്ളത്, ശുദ്ധീകരിച്ചു. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി ശുദ്ധീകരിച്ചു. എത്ര മനോഹരമായിട്ടുള്ള വാക്കുകളിലൂടെയാണ് ആ കൂട്ടക്കൊലപാതകത്തെ ന്യായീകരിച്ചത്.
അങ്ങനെ ജർമ്മനി ലോകത്തെ വിസ്മയപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ജർമ്മൻ ദേശീയത അതിൻ്റെ ഔന്നത്യത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവർ ഭാഗ്യവാന്മാർ. അതേ ഭാഗ്യം ഇവിടെ ഇപ്പോഴുണ്ടായിട്ടില്ല, ഉണ്ടാക്കണം. അത് നടന്നു വരികയാണ്. ഇനി ദിവസങ്ങൾ കഴിഞ്ഞാൽ 1925 പുലർന്നു. ഒരു സുപ്രഭാതത്തിൽ ബോംബ് സ്ഫോടനം പോലെ പ്രഖ്യാപനം വരും. ഇതിൻ്റെ പേര് ഇന്ത്യ എന്നല്ല, ശ്രീ മഹാഭാരതം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഹിന്ദു രാഷ്ട്രമാണ്. അവിടെ നിന്ന് തുടങ്ങും ശുദ്ധീകരണ പ്രക്രിയ. ഹിറ്റ്ലർ ചെയ്ത ശുദ്ധീകരണ പ്രക്രിയ. അവിടെ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾ, മതചിന്തകൾ, ആചാര അനുഷ്ഠാനങ്ങൾ, വിഭിന്ന ഗോത്ര വിഭാഗങ്ങൾ, വംശങ്ങൾ, അവർക്കെല്ലാവർക്കും ഹിന്ദുത്വ എന്ന് പറയുന്ന ആ ഏക അഗ്ര മനോഭാവത്തിലേക്ക് അലിഞ്ഞു ചേരാൻ കഴിയില്ല. അപ്പോഴെന്തുണ്ടാകും? ഹിറ്റ്ലറുടെ ആയുധം സർവസംഹരണം, സർവസംഹാരം അത് ഉടലെടുക്കും. അതിന് ഹിന്ദുക്കളും പെടും. കാരണം ഹിന്ദുക്കൾക്ക് ഹിന്ദുമതമാണെങ്കിൽ, അവർ കൈയാളുന്ന ആർഷ സംസ്കാരമാണെങ്കിൽ, ഉപനിഷത്ത് സംസ്കാരമാണെങ്കിൽ, ഇവിടെ ഹിന്ദുത്വവാദമാണ്. അത് വേറൊരു മതമാണ്. അവർ ശുദ്ധീകരണ പ്രക്രിയ നടത്തുമ്പോൾ ഹിന്ദുക്കൾക്ക് പലർക്കും, എന്നെപ്പോലുള്ള ആളുകൾക്കൊന്നും ഒരു നിലനിൽപ്പില്ലാത്ത സാഹചര്യം ഉണ്ടാവും. ഇവിടെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കാര്യം പിന്നെ നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. ആദിവാസി സമൂഹത്തെ, അടിസ്ഥാന സമൂഹത്തെ, ദളിത് സമൂഹത്തെ മുഴുവൻ അടിച്ചുമാരി തൂത്തെറിഞ്ഞ് ചാണകവെള്ളം തെളിക്കും. നമ്മുടെ ഗുരു അപ്പം ആരാണ്? MS ഗോൾവാൾക്കർ, അതിന് മുൻപുണ്ടായിരുന്ന ഡോക്ടർ ജി, അദ്ദേഹത്തിന് പ്രചോദനം കൊടുത്ത ഗോൾവാൾക്കർ ജി, അതിനും അപ്പുറമുള്ള ഹിറ്റ്ലർ ജി ഒക്കെ ആയിരിക്കും അന്ന് ഗുരുക്കന്മാരവരുടെ. ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ ഹിന്ദുത്വ രാഷ്ട്രത്തെ, അതിൻ്റെ പെരുമ മഹിമ അതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം, അതിനെ മഹത്വവൽക്കരിച്ചു കൊണ്ടിരിക്കണം. മറ്റൊന്നും തന്നെ മിണ്ടരുത്, മറ്റൊന്നും തന്നെ ഉരിയാടരുത്, മറ്റൊന്നും തന്നെ തങ്ങളുടെ ചർച്ചകളിൽ കൊണ്ടുവരരുത്, മറ്റൊന്നും തന്നെ മനസ്സിൽ പോലും സൂക്ഷിക്കരുത്. ഉറക്കത്തിൽ എങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഹിന്ദുത്വ രാഷ്ട്രം എന്ത് വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഉറക്കത്തിൽ നിന്ന് ഉണരലുണ്ടാവില്ല. ഇതുവരെ താങ്കൾ പേറിയിരുന്ന് മതചിന്തകളും തത്സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കേണ്ടതുണ്ട്, പുറന്തള്ളേണ്ടതുണ്ട്. പകരം ഹിന്ദുത്വ ഭാവങ്ങളോട് സ്നേഹവും അർപ്പണവും പുലർത്തണം. അല്ലാത്തവർക്ക് കുറച്ചു കാലമെങ്കിലും പൗരത്വബോധം അല്ലെങ്കിൽ പൗരാവകാശം അതുപോലും ഇല്ലാതായി മാറും. ഒന്നും ചോദിക്കാനുള്ള അവകാശം പോലും ഇല്ലാതായി മാറും. ഒരു പരിഗണനയും ഇല്ലാതായി മാറും. ഹിന്ദുത്വ ഭാവം ഉൾക്കൊള്ളുന്ന RSSും സംഘപരിവാറിൻ്റെയും ഭരണം അതിൻ്റെ മുമ്പിൽ അടിയാളന്മാരായിട്ട് പഞ്ചപുച്ഛമടക്കി വേണമെങ്കിൽ കീഴ്പ്പെട്ട് ജീവിക്കാം. ഏതായാലും സംഘപരിവാറിൻ്റെ ഇന്നത്തെ അവസ്ഥയുടെ ഇപ്പോൾ എത്തി നിൽക്കുന്നതിൻ്റെ കൾമിനേഷൻ വരാൻ പോകുന്നു. ഇനി അധികം താമസമില്ല. നിങ്ങളുടെ കലണ്ടറിൽ നോക്കി വെക്കുക, വിജയദശമി എന്നാണെന്ന്. അന്നേ ദിവസം പ്രഖ്യാപനം വരും. ഇത് ശ്രീ മഹാഭാരതമാണ്. ഇത് മതേതരത്വ ഇന്ത്യ അല്ല. ഇതിൻ്റെ പേരിന് മഹാഭാരതം എന്നാണ്. ഇത് ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദുത്വ രാഷ്ട്രമാണ്.
ഹിന്ദുവിൻ്റെ ആചാരങ്ങളും ഉപചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആയിരിക്കണം ഇനി ഇവിടെ നടമാടേണ്ടത്. ഹിന്ദുവിന് മാത്രം സ്വാതന്ത്ര്യം, അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഈ രാജ്യത്തിൻ്റെ യജമാനന്മാരിനി ഹിന്ദുക്കളായിരിക്കും. ഈ പ്രഖ്യാപനങ്ങൾ വരാനിനി ദിവസങ്ങൾ മാത്രം ബാക്കി. അതേക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയണം. അത് വരാതിരിക്കാൻ ഏറ്റവും കുറഞ്ഞത് വീടിൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണം. നമസ്കാരം.